അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ 8ന്റെ പണി കിട്ടിയത് കുവൈത്തിലെ പ്രവാസികൾക്ക്. കുവൈത്ത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലെന്നത് പാവം പ്രവാസി സംഘികൾ അറിഞ്ഞുകാണില്ല. ഏതായാലും മോദിയോട് കൂറു പുലർത്തിയവർക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടി. ഏതായാലും പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മധുര വിതരണം നടത്തിയ ഇന്ത്യക്കാരെ ജോലിയിൽ നിന്ന് കുവൈത്തിലെ കമ്പനികൾ പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട്. 9 ഇന്ത്യക്കാരെയാണ് കുവൈത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് കയറ്റി അയച്ചത്. കുവൈത്തിലെ 2 കമ്പനികളിലായി ജോലി ചെയ്തിരുന്നവരാണ് ഇവർ. തിങ്കളാഴ്ചയായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുര വിതരണം നടത്തിയത്. അന്ന് രാത്രി തന്നെ 9 പേരെയും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. ഇവർക്കെതിരെ അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് കമ്പനികൾ നൽകുന്ന വിശദീകരണം. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിലും വിദേശത്തും ഒരു വിഭാഗം ആൾക്കാർ വലിയ ആവേശത്തോടെയായിരുന്നു ആഘോഷിച്ചത്. ഇതിനിടയിലാണ് കുവൈത്തിലെ സംഭവ വികാസം. സത്യം പറഞ്ഞാൽ ഇത്ര വലിയ പണി കിട്ടുമെന്ന് മധുരം വിളമ്പിയവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇനി ഇവർക്ക് ഇന്ത്യയിൽ വന്ന് അയോധ്യ ക്ഷേത്രം സന്ദർശിച്ച് ഇവിടെ തന്നെ കൂടാം. മോദിയുടെ വാക്കും കേട്ട് ഇസ്ലാം രാഷ്ട്രത്തിൽ പോയി ഇത്തരം ഭ്രാന്തുകൾ ചെയ്യുമ്പോൾ ഇനിയെങ്കിലും ഓർക്കുക, പണി പിറകെ തന്നെയുണ്ടെന്ന്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ മുഴുവൻ നടന്നത്. സത്യം പറഞ്ഞാൽ രാമനേക്കാൾ പവർ മോദിക്ക് തന്നെയായിരുന്നു. അത്തരം പ്രകടനങ്ങളാണ് മോദി ഇവിടെ കാഴ്ചവെച്ചത്. RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, രാമക്ഷേത്ര ട്രസ്റ്റ് മേധാവി മഹന്ത് നിത്യ ഗോപാൽ ദാസ്, കാശിയിലെ മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്നു. ക്ഷണിക്കപ്പെട്ട 8000-ഓളം വിശിഷ്ടാതിഥികളെ സാക്ഷിയാക്കിയായിരുന്നു ചടങ്ങ് നടന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് മോദി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഉത്തരേന്ത്യൻ നഗരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2025ഓടെ മാത്രമേ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാവുകയുള്ളൂ. ഇന്നലെയാണ് വിശ്വാസികൾക്കായി രാമക്ഷേത്രം തുറന്നുകൊടുത്തത്. അതേസമയം ക്ഷേത്രത്തിൽ വമ്പൻ സംഭാവനകളും കിട്ടിയിട്ടുണ്ട്. മുകേഷ് അംബാനി, രത്തൻ ടാറ്റ, ഗൗതം അദാനി എന്നിവരെ പോലുള്ള പ്രമുഖരെല്ലാം സംഭാവന നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവരെക്കാളെല്ലാം കൂടുതൽ സംഭാവന നൽകിയത് ദിലീപ് കുമാർ വീല്ലഖിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. ദിലീപ് കുമാറും കുടുംബവും ചേർന്ന് 101 കിലോഗ്രാം സ്വർണമാണ് രാമക്ഷേത്രത്തിലേക്കായി സംഭാവന ചെയ്തത്. 68 കോടിയുടെ മൂല്യമാണ് ഈ സ്വർണത്തിനുള്ളത്. ഇതുവരെ രാം മന്ദിർ ട്രസ്റ്റിന് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയാണിത്. ലോകപ്രശസ്ത ആത്മീയ ഗുരു മൊറാരി ബാപ്പുവാണ് വലിയ സംഭാവന നൽകിയ മറ്റൊരു പ്രമുഖൻ. 11.3 കോടിയാണ് അദ്ദേഹം നൽകിയത്. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാമഭക്തരും 8 കോടിയോളം സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോടികൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ അമ്പലത്തിനുള്ളിലാണ് രാമൻ ഉറങ്ങുന്നത്. മോദിയുടെ പള്ളിയുറക്കവും കോടികളുടെ മുകളിൽ തന്നെ. ദരിദ്രർ എന്നും ദരിദ്രർ, അതിലൊരു മാറ്റവുമില്ല.